ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? ആൻ ഓവർവ്യൂ ഓഫ് കേരള ഇക്കണോമിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് പറയാം കേട്ടോ. അതിൽ നമ്മൾ അടുത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിലെ പെർ ക്യാപിറ്റ ഇൻകം, നമ്മുടെ സ്റ്റേറ്റിൽ ഒരു വർഷം നമുക്ക് എത്രത്തോളമാണ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, അതുപോലെ ഗ്രോസ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് എത്രത്തോളമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു ഫിഗർ പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത്, ഇതിൽ എത്രത്തോളമാണ് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഈസ് എസ്റ്റിമേറ്റഡ്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 1,39,645 ആണ്. അതുപോലെ ഗ്രോസ് ഡൊമസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ എത്രത്തോളമാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടായത് എന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. 6,86,76,443 എന്നുള്ളത് രണ്ട് ഫിഗറാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത്, നമുക്ക് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ടൂറിസം മേഖല അല്ലേ. ടൂറിസം മേഖലയിൽ നിന്ന് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കേരളം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രിയാണ് അല്ലേ. അപ്പം നോക്കുക, കേരളം എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായിട്ട് വളരെയധികം പ്രകൃതി സൗന്ദര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കതിൽ നിന്ന് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ടൂറിസം. God's own country has a unique features that can make Kerala as a major tourist destination. National Geographic has listed Kerala as one of the must visit 50 top tourist destination in the world. Tourism in Kerala has been growing but not according to the tourist potential of the state. അപ്പോൾ നല്ല രീതിയിൽ ടൂറിസ്റ്റ് മേഖലയിൽ നിന്ന് കേരളം എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഓൺ കൺട്രിയാണ്. അപ്പോൾ ടൂറിസം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വൺ, ട്രേഡ് ആൻഡ് കോമേഴ്സ് ഇൻ കേരള. കേരളത്തിലെ കോമേഴ്സ്, ട്രേഡ് എങ്ങനെയൊക്കെയാണ്? എക്സ്റ്റേണൽ ട്രേഡ് പ്ലേഡ് എ മേജർ റോൾ ഇൻ കേരള ഈവൻ ബിഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ദി കൺട്രി അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻസിന് മുന്നേ ആയിട്ട് തന്നെ എക്സ്റ്റേണൽ ട്രേഡിൽ, പുറം രാജ്യങ്ങളിലേക്കുള്ള ട്രേഡിൽ നല്ല രീതിയിൽ, കാരണം നമുക്ക് കൊച്ചിയിലൊക്കെ എന്തുണ്ട്, പോർട്ട് സൗകര്യങ്ങളുണ്ട്, തുറമുഖങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഷിപ്പിലൂടെ പലതരത്തിലുള്ള സാധനങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു അല്ലേ. കൊച്ചി പോർട്ട് ഹാസ് ബീൻ മെയിൻ ഗേറ്റ് വേ ഓഫ് കേരള എക്സ്റ്റേണൽ ട്രേഡ്. കേരള എക്സ്റ്റേണൽ ട്രേഡിലെ പ്രധാനപ്പെട്ട ഗേറ്റ് വേ എന്ന് പറയാനുള്ള കൊച്ചിയാണ് പറയാനുള്ളത്. ഇൻ റീസെൻറ്റ് ടൈംസ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഓൾസോ വാസ് എമേർജ്ഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഗേറ്റ് വേ ഓഫ് ട്രേഡ്. അപ്പോൾ കൊച്ചിയിലെ എയർപോർട്ട് അല്ലെ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലൂടെയും നമുക്ക് സാധനങ്ങൾ വളരെയധികം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. അപ്പോൾ ട്രേഡ് ആൻഡ് കോമേഴ്സ് ഇൻ കേരള എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് പറഞ്ഞത്. അപ്പോൾ എക്സ്റ്റേണൽ ട്രേഡ് പ്ലേഡ് എ മേജർ റോൾ ഇൻ കേരള ഈവൻ ബിഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ദി കൺട്രി. കൊച്ചി പോർട്ട് ഹാസ് ബീൻ ദ മെയിൻ ഗേറ്റ് വേ ഓഫ് കേരളാസ് എക്സ്റ്റേണൽ ട്രേഡ്. ഇൻ റീസെൻറ്റ് ടൈം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഓൾസോ ഹാസ് എമേർജ്ഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഗേറ്റ് വേ ഓഫ് ട്രേഡ്. ഇനി മെയിൻ ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട്. നമ്മൾ ഏതൊക്കെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഏതൊക്കെയാണ് നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്, മെയിൻ ഐറ്റംസ് ഏതൊക്കെയാണ്? മേജർ ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് ഫ്രം കേരള അതൊക്കെയാണ് ടീ, കോഫി, സ്പൈസസ്, കൊയർ പ്രോഡക്ട്സ് ആൻഡ് മെറൈൻ പ്രോഡക്റ്റ്. അങ്ങനെ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് ഫ്രം കേരള ആർ, കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഐറ്റം തേയില അല്ലെ, ടീ, കോഫി, പിന്നെ സ്പൈസസ് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് ഈ കുരുമുളക്, അങ്ങനത്തെ ഏലക്കായ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കൊയർ പ്രോഡക്റ്റുകൾ, മെറൈൻ പ്രോഡക്റ്റുകൾ, പിന്നെ മത്സ്യം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പം IT പാർക്കുകളും കേരളത്തിൽ വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. IT പാർക്ക് ഓഫ് കേരള എക്സ്പോർട്ട് ITES പറഞ്ഞാൽ പറഞ്ഞാൽ ഇൻഫോർമേഷൻ ടെക്നോളജി എനേബിൾഡ് സർവീസ്, അതാണ് ITES പറഞ്ഞാൽ ഇൻഫോർമേഷൻ ടെക്നോളജി എനേബിൾഡ് സർവീസും കേരളത്തിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, മെയിൻ ഐറ്റംസ് ഓഫ് എക്സ്പോർട്ടിൽ പറയാനുള്ളത് ഏതൊക്കെ ഐറ്റംസാണ് കേരളത്തിൽ നിന്ന് നമ്മൾ നല്ല രീതിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ടീ, കോഫി, സ്പൈസസ്, കൊയർ പ്രോഡക്ട്സ്, മെറൈൻ പ്രോഡക്റ്റ് അല്ലേ. അതിനുശേഷം ഇപ്പോൾ IT മേഖല വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ITES പറഞ്ഞാൽ ഇൻഫോർമേഷൻ ടെക്നോളജി ഇനേബിൾഡ് സർവീസുകൾ നമുക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തിൽ എത്രത്തോളമാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്.
കേരള ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. അപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ കൊയർ പ്രോഡക്ട്സുകൾ, കാഷ്യൂ, അതൊക്കെയാണ് നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് അല്ലേ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ്, ഹാൻഡ്ലൂം, പിന്നെ കൈത്തറി വ്യവസായങ്ങൾ, കാഷ്യൂ നട്ട്സ്, കൊയർ പ്രോഡക്ട്സ് ആർ ദി ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരള. These traditional industries are now facing many serious problems. ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള പ്രോബ്ലംസുമായി ഇൻഡസ്ട്രീസിന് സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. A small segment of large industries based on minerals and chemical also exist in Kerala. Kerala's track around industrialization is very poor. വ്യവസായവൽക്കരണം കേരളത്തിൽ വളരെ കുറവാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചും കുറവാണ്. When compared to other state, if Kerala's educated labor force is to get decent jobs and state has to develop modern industries അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് കേരള ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആയിട്ട് നമുക്ക് പറയാനുള്ള? ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് പറഞ്ഞാൽ ഹാൻഡ്ലൂം, കാഷ്യൂ, കൊയർ, അതേമാതിരി തന്നെ കൊയർ പ്രോഡക്ട്സുകൾ ആർ ദി ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരള. നെക്സ്റ്റ് വൺ, IT പാർക്കുകൾ നല്ല രീതിയിലുണ്ട്. നമ്മൾ പറഞ്ഞ ITES അല്ലേ, ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾ സർവീസ് കേരളത്തിൽ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നു അല്ലേ. അണ്ടർ SEZ Act 2005, കേരള ഹാസ് 29 informally approved SEZs, 25 notified SEZs and 19 exporting SEZs. State has a ടെക്നോ പാർക്ക് എവിടെയാണ്? തിരുവനന്തപുരം. ആൻഡ് ഇൻഫോ പാർക്ക് കൊച്ചി. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് ഉണ്ട്, ഇൻഫോ പാർക്ക് കൊച്ചിയിലുണ്ട്. ആൻഡ് സൈബർ പാർക്ക് ഇൻ കോഴിക്കോട്. ആൾ ഓഫ് സച്ച് ഹാവ് സക്സസ്ഫുള്ളി അട്രാക്റ്റഡ് റെപ്യൂട്ടഡ് കമ്പനീസ്. അതൊക്കെ റെപ്യൂട്ടഡ് കമ്പനീസിനെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിറ്റീസ് ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊച്ചി, അതേമാതിരി കോഴിക്കോട് അല്ലേ. ആ 3 ദിക്കിലും തിരുവനന്തപുരത്ത് ഏതുണ്ടെന്നാണ് പറഞ്ഞത്? ടെക്നോ പാർക്ക് ഉണ്ട്, കൊച്ചിയിൽ ഇൻഫോ പാർക്ക് ഉണ്ട്, അതേമാതിരി കോഴിക്കോട് സൈബർ പാർക്കുമുണ്ട്. അത് വളരെയധികം മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ആനുവൽ റിപ്പോർട്ട് ഓഫ് ടെക്നോ പാർക്ക് 2017-18 ആനുവൽ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ദി 3 IT ഹബ്സ് പറഞ്ഞ അതിൻ്റെ കേന്ദ്രങ്ങൾ, ഹബ്സ് ഹാവ് ക്രിയേറ്റഡ് ഡിഫറെൻറ്റ് ജോബ്സ് ഓഫ് അറൗണ്ട് 1 lakh around 1 lakh. The high paying centers have created thousands of indirect jobs. പല പേർക്കും അതിലൂടെ എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ IT പാർക്കുകളെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ IT പാർക്കുകൾ എന്നുള്ളതിൽ ഒന്നുകൂടിയും പറയാം. നമ്മൾ ഏതൊക്കെ IT പാർക്കുകളാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട IT പാർക്കുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, അതേമാതിരി തന്നെ കൊച്ചി, അതേമാതിരി കോഴിക്കോട് അല്ലേ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള IT പാർക്കാണ് നമ്മൾ പറഞ്ഞു ടെക്നോ പാർക്ക് ഇൻ തിരുവനന്തപുരം, പിന്നെ ഇൻഫോ പാർക്ക് ഇൻ കൊച്ചി, സൈബർ പാർക്ക് ഇൻ കോഴിക്കോട്. അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കേരള ഇക്കണോമി. കേരള ഇക്കണോമിയുടെ ഫീച്ചേഴ്സ് പറഞ്ഞ ഗുണങ്ങൾ എങ്ങനെയൊക്കെ ഗുണങ്ങളാണ് കേരളത്തിലുള്ളത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് കേരളത്തിലുള്ളത്. അപ്പോൾ പറയുന്നത് ആ പോയിൻറ്റ്സ് നമുക്ക് ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് അതിനെ ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കണോമിയിൽ നമുക്ക് പറയാനുള്ളത് ജനങ്ങളുടെ ജീവിത നിലവാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വാസ് വെരി റിച്ച് അല്ലേ. ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെയധികം റിച്ച് ആണ്, ഹൈ ക്വാളിറ്റിയാണുള്ളത്. നെക്സ്റ്റ് പറയുന്നത് പുവർ ഇക്കണോമിക് പെർഫോമൻസ് ഇൻ സ്പൈറ്റ് ഓഫ് സോഷ്യൽ. ഇക്കണോമിക് പെർഫോമൻസ് നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വളരെ കുറവാണ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും പുവർ ഇക്കണോമിക് പെർഫോമൻസ് ആണ്. ഇൻ സ്പൈറ്റ് ഓഫ് എന്നിരുന്നാലും സോഷ്യൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പബ്ലിക് ഫിനാൻസ് ഇൻ ബാഡ് ഷേപ്പ്. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ബാഡ് ഷേപ്പാണുള്ളത്. പിന്നെ അടുത്തത് പറയുന്നത് റവന്യൂ പറഞ്ഞാൽ ഡെഫിസിറ്റാണ് കൂടുതൽ, റവന്യൂ ഡെഫിസിറ്റ് ധനക്കമ്മിയാണ് കൂടുതലുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. സർപ്ലസിനേക്കാൾ കൂടുതൽ ഡെഫിസിറ്റാണുള്ളത്. റെമിറ്റൻസ് ഡ്രൈവൺ ഇക്കണോമി. റെമിറ്റൻസ് വളരെ കൂടുതലാണ്, നമുക്ക് പേയ്മെൻറ്റൊക്കെ വളരെയധികം കൊടുക്കാനുള്ള ഓരോ മേഖലയിലായിട്ടും റെമിറ്റൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. മൈഗ്രേഷൻ ഓഫ് ലേബർ ഫ്രം അതർ സ്റ്റേറ്റ്സ് ടു കേരള അല്ലേ. മൈഗ്രേഷൻ ഓഫ് ലേബർ ഫ്രം അതർ സ്റ്റേറ്റ്. മറ്റിപ്പോൾ നമ്മളെ വീടുകൾ ഓരോ ദിക്കിലൊക്കെ പണിക്കൊക്കെ വേണ്ടി ബംഗാളികൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ പണിക്ക് വേണ്ടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ മൈഗ്രേഷൻ ഓഫ് ലേബർ ഫ്രം അതർ സ്റ്റേറ്റ്സ് ടു കേരള അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കണോമി. സിമ്പിളാണ്, നിങ്ങൾക്ക് അർത്ഥം വെറുതെ ജസ്റ്റ് ആ പോയിന്റ് കേട്ടാൽ തന്നെ തന്നെത്താനെ എഴുതാവുന്നതേ ഉള്ളൂ, അധികം ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ്. Kerala is a unique for its high level of social development in Human Development Index
HDI, Human Development Index, Kerala has the first rank among states of India. HDI developed by UNDP measures development based 4 criteria, namely ഇതിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. 4 ക്രൈറ്റീരിയ, 4 പ്രതിഭാസങ്ങളാണ്. ഏതൊക്കെയാണ് പറയുന്നത്? എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, പിന്നെ സ്കൂളിംഗ്, എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ജനങ്ങളുടെ വളരെ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫാണ് കേരളത്തിലുള്ളത്. നെക്സ്റ്റ് വൺ, പുവർ ഇക്കണോമിക് പെർഫോമൻസ് ഇൻ സ്പൈറ്റ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഇക്കണോമിക് പെർഫോമൻസ് എന്ന് പറയുന്നത് പുവർ ഇക്കണോമിക് പെർഫോമൻസ് ആണ്. എന്നിരുന്നാലും നമുക്ക് നല്ല രീതിയിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു. While admirers in Kerala model project, it is a unique model of social development despite എന്നിരുന്നാലും പുവർ ഇക്കണോമിക് ഗ്രോത്ത് ആണുള്ളത്. എന്നാലും നമുക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. An economy with high social development indicators should have achieved fast economic growth. അപ്പോൾ the state experienced stagnation in productive sectors of ഉണ്ട്. ഇതിലൊക്കെയാണ് productive sectors of agriculture and industry. The state failed to attract investment and consequently growth suffered. അപ്പം നമ്മൾ സ്റ്റാഗ്നേഷൻ ഏതൊക്കെയാണ്? അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലൊക്കെ ഒരു സ്റ്റാഗ്നേഷനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ദ സ്റ്റേറ്റ് ഫെയിൽ ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വിദേശ FDI ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ ഫെയിലാവുന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ ഗ്രോത്ത് കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇക്കണോമിക് പെർഫോമൻസ് കുറവാണെങ്കിലും സോഷ്യൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പബ്ലിക് ഫിനാൻസ് ഈസ് ബാഡ് ഷേപ്പാണ്, ഡെഫിസിറ്റാണ് കൂടുതലെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ഹാസ് വൺ ഓഫ് ദി ഹയസ്റ്റ് റവന്യൂ ഡെഫിസിറ്റ്, ധനക്കമ്മി ഓഫ് ഇന്ത്യ ആൻഡ് ഹാസ് റീച്ച് ദ ലിമിറ്റ്സ് ഓഫ് ബോറോവിങ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വളരെയധികം ധനക്കമ്മി ഉണ്ടാവുക കാരണം കൊണ്ട് നമ്മൾ കൂടുതലായിട്ടും കാശ് കടം മേടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ റെമിറ്റൻസ് ഡ്രിവൺ ഇക്കണോമി. അപ്പോൾ കേരള സ്റ്റാർട്ടഡ് മൈഗ്രേറ്റിംഗ് ടു വെസ്റ്റ് ഇന്ത്യ. അതേമാതിരി വിദേശ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ ജോലി അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 1970s gathered momentum in subsequent years. The oil boom and booming economies of West India became a major destination of Keralatis who migrated in lakhs and started sending remittance back home. The huge remittance made Kerala made a consumer state and invited the criticism of money order economy. പിന്നെ മൈഗ്രേഷൻ, നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ എല്ലാവരും ലിറ്ററസി ഉള്ളവരാണ്, പഠിച്ചത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ ജോലിക്ക് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മൈഗ്രേഷൻ ഓഫ് ലേബർ ഫ്രം അതർ സ്റ്റേറ്റ്സ് ഇൻ കേരള. വേജസ് ഇൻ കേരള ആൾവേസ് ഹയർ ദാൻ ഇൻ മോസ്റ്റ് അതർ സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി അല്ലേ. മറ്റുള്ള സ്റ്റേറ്റ്സുകളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കൂലി കൂടുതലാണ്. അപ്പോൾ ഗൾഫ് റെമിറ്റൻസ് റൈസ്ഡ് വേജസ് മച്ച് ഹയർ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള റെമിറ്റൻസ് കാരണം കൊണ്ടാണ് കൂലി കൂടുതലായിട്ട് വന്നത്. ദിസ് സ്റ്റാർട്ടഡ് അട്രാക്റ്റിംഗ് ലേബർ. അതിൻ്റെ ഫലമായിട്ട് മറ്റുള്ള സ്റ്റേറ്റിലെ ലേബേഴ്സിനെ നമ്മുടെ രാജ്യത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ഫ്രം അതർ സ്റ്റേറ്റ്സ്, പർട്ടിക്കുലർലി ഫ്രം ലോ വേജ് റൈറ്റ് ലൈക്ക് വെസ്റ്റ് ബംഗാൾ. ബംഗാളികളാണ് കൂടുതലായിട്ട് അല്ലേ, അങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടുതലായിട്ടും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് ജോലി അന്വേഷിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കണോമി അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കണോമി എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് അല്ലേ. എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് കേരള ഇക്കണോമിയിൽ പറയാനുള്ളത്? ആദ്യം ഒന്നാമത് ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് കേരളത്തിലുണ്ട്. പിന്നെ നമ്മുടെ ഇക്കണോമിക് പെർഫോമൻസ് പുവർ ഇക്കണോമിക് പെർഫോമൻസ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ ബാഡ് ഷേപ്പാണുള്ളത്. റവന്യൂ ഡെഫിസിറ്റാണ് നമുക്കുള്ളത്. പിന്നെ റെമിറ്റൻസ് ഡ്രിവൺ ഇക്കണോമി. റെമിറ്റൻസ് വരുന്നുണ്ട് കാരണം കുറേ ആൾക്കാരും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നു അല്ലേ. അവരുടെ കാശുകൾ നമ്മുടെ ബാങ്ക് വഴി നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ റെമിറ്റൻസ് ഡ്രിവൺ ഇക്കണോമിയാണ്. പിന്നെ മൈഗ്രേഷൻ ഓഫ് ലേബർ ഫ്രം അതർ സ്റ്റേറ്റ്സ് ടു കേരള അല്ലേ. മറ്റ് ബംഗാളികൾ അങ്ങനത്തെ പല ആൾക്കാരും ഇവിടെ കേരളത്തിൽ ഗൾഫ് റെമിറ്റൻസ് നല്ല രീതിയിൽ വരുന്ന കാരണം കൊണ്ട് കേരളത്തിലെ വേജ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് മൈഗ്രേഷൻ ഓഫ് ലേബേഴ്സ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്നു. ഇതൊക്കെയാണ് നമുക്ക് എന്തായിട്ട് പറയാനുള്ള ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കണോമിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റോൾ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ കേരള ഇക്കണോമി അല്ലേ. അങ്ങനെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കേരള ഇക്കണോമിയെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? അപ്പോൾ സ്മോൾ സ്കെയിൽ ഇക്കണോമി സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഇതിൽ രണ്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടും ലേബർ ഇൻറ്റൻസീവായിട്ടും രണ്ട് തരത്തിലാണ് വരുന്നത്.
ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻസും എക്യുപ്മെൻറ്റ്സും ഉപയോഗിച്ചിട്ടാണ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്നും, വർക്കേഴ്സിനെ കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ അതിനെ ലേബർ ഇൻറ്റൻസീവ് എന്നും പറയുന്നു അല്ലേ. അപ്പം നമ്മൾ കൂടുതലായിട്ടും സ്മോൾ ഇൻഡസ്ട്രീസ് പറഞ്ഞാൽ വർക്കേഴ്സിനെ ഇൻവോൾവ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്, പണികളൊക്കെ നമ്മൾ ചെയ്യിക്കുന്നത്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പറഞ്ഞാൽ MSME ആക്ട് പ്രകാരമാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നിലവിൽ വരുന്നത്. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രി എൻ്റർപ്രൈസ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം, മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം, ചെറിയ ഇൻഡസ്ട്രീസ് അല്ലേ. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് എന്നുള്ളതാണ് പറയുന്നത്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ആർ കളക്റ്റീവ്ലി റെഫേർഡ് ടു ആസ്, അതിനെ ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് MSME എന്ന് പറയുന്നത്. ഇൻ എവറി ഇക്കണോമി MSME പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. എല്ലാ ഇക്കണോമിയിലും MSME വളരെയധികം നമ്മളെ സഹായിക്കുന്നു. particularly in highly populated capital scarce developing economy, higher level unemployment, MSME have a very crucial role to play. അപ്പോൾ നമ്മൾ ചെറിയ ബിസിനസ് മൈക്രോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുടുംബശ്രീ യൂണിറ്റുകൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനെ നമ്മൾ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിച്ച് അതിലൂടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതാണ് MSMEയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ MSME സ്ഥാപനങ്ങൾ ആരംഭിച്ച കാരണം കൊണ്ട് കേരളത്തിന് അതിലൂടെ വളരെ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത്. ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് MSME സ്ഥാപനങ്ങളുടെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക കേട്ടോ. പോയിന്റുകൾ പഠിച്ചാൽ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ലേബർ ഇൻറ്റൻസീവ് നമ്മൾ പറഞ്ഞു, രണ്ട് തരത്തിലാണ് ഇൻഡസ്ട്രീസ് ഉള്ളത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവും ഉണ്ട്, ലേബർ ഇൻറ്റൻസീവും ഉണ്ട്. എന്താ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മെൻ ബൈ വർക്കേഴ്സിനെ ഇൻവോൾവ് ചെയ്തിട്ടാണ് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. പിന്നെ ക്യാപിറ്റൽ വളരെ കുറച്ച് മതി. പിന്നെ ലെസ് ലാൻഡ് ഇൻറ്റൻസീവ് വളരെ കുറച്ചാണ്. ലാൻഡ് വെറൈറ്റീസ് അതൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം കുറച്ചാണ്. കൂടുതലായിട്ടും അല്ലേ, കഴിവിനനുസരിച്ചിട്ടാണ്. ഇമ്പോർട്ട് പിന്നെ പറയുന്നത് എനർജി എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, ഫ്രണ്ട്ലി ആയിട്ടാണ്. ഡീസെൻട്രലൈസ്ഡ്, രണ്ട് തരത്തിലാണ് വരുന്നത്. സെൻട്രലൈസ്ഡ് ഇക്കണോമിയും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഇക്കണോമിയും ഉണ്ട് അല്ലേ. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ഇക്കണോമി എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിനെയും കൂടി ഇൻവോൾവ്. ഇപ്പോൾ സെൻട്രലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ടോപ്പ് ലെവലിൽ തീരുമാനിക്കും, അതിനനുസരിച്ച് ബാക്കിയുള്ളവർ അംഗീകരിക്കുക, അതിനെയാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ ഡീസെൻട്രലൈസ്ഡ് ഇക്കണോമി? വർക്കേഴ്സ് പറയുന്നതിനനുസരിച്ച്, വർക്കേഴ്സിൻ്റെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡീസെൻട്രലൈസ്ഡ് ഇക്കണോമി എന്ന് പറയുന്നത്. അപ്പം പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് MSME സ്ഥാപനങ്ങളുടെ ഗുണങ്ങൾ. ഫസ്റ്റ് വൺ, ലേബർ ഇൻറ്റൻസീവ്, വർക്കേഴ്സിനാണ് ഇത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിലൊക്കെയാണ് കൂടുതൽ മെഷീനും എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ടാവുക അല്ലേ. അപ്പം നമ്മൾ MSME സ്ഥാപനങ്ങൾ പറഞ്ഞാൽ ചെറിയ സ്ഥാപനങ്ങൾ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ആണ്. അപ്പോൾ കൂടുതലായിട്ടും വർക്കേഴ്സിനെ ഇൻവോൾവ് ചെയ്തിട്ടാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, MSME എന്ന് പറഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് ആണ് വരുന്നത്. ദേ ക്രിയേറ്റ് മെനി മോർ ജോബ്സ് ഫോർ എ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് അവർക്ക് കൂലി കിട്ടുകയും അതിനനുസരിച്ചാണ് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. പിന്നെ ക്യാപിറ്റൽ കുറച്ച് മതി. ഫോർ ക്യാപിറ്റൽ സ്കെയർസ് ഡെവലപ്പിംഗ് ഇക്കണോമി MSME ആർ ഐഡിയ അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ അധികം ചെറിയ ബിസിനസ്, കുടുംബശ്രീ യൂണിറ്റുകൾ, അതുപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനത്തെ ചെറിയ സ്ഥാപനങ്ങൾ, നമ്മൾ ചെറിയ തട്ടുകടകൾ, അതൊക്കെ നമുക്ക് തട്ടുകട ബിസിനസ്, അങ്ങനെ ചെറിയ ബിസിനസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ മുതൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കുറച്ച് മതി അല്ലേ. പിന്നെ ലെസ് ലാൻഡ് ഇൻറ്റൻസ്, അധികം ഭൂമിയൊന്നും വേണമെന്നില്ല, കുറച്ച് ഭൂമി മതി അല്ലേ. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ലാൻഡ് വാരീസ് വൈഡ്ലി അക്രോസ് കൺട്രീസ് ആൻഡ് റീജിയൻ. കേരള ഈസ് എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് വേർ ലാൻഡ് അവൈലബിലിറ്റി ഈസ് എ മേജർ ഇഷ്യൂ അല്ലേ. അപ്പോൾ ലാൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ MSME സ്ഥാപനങ്ങൾ പറഞ്ഞാൽ ചെറിയ സ്ഥാപനങ്ങളാണ്, അപ്പോൾ അതിനധികം ലാൻഡ് വേണ്ട. അപ്പോൾ വാട്ട് എവർ ലാൻഡ് ഈസ് അവൈലബിൾ ഈസ് വെരി കോസ്റ്റ്ലി, ഇമ്പാക്റ്റിംഗ് ദി വിയബിലിറ്റി ഓഫ് ദ ബിസിനസ്. സിൻസ് MSME ഈസ് ലെസ് ലാൻഡ് ഇൻറ്റൻസീവ്. MSME സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ലാൻഡ് വളരെ കുറച്ച് മതി. പിന്നെ നല്ല കഴിവ് വേണം. അപ്പോൾ നമ്മളിപ്പോൾ വലിയ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കഴിവുള്ള ആൾക്കാർ വേണം അല്ലേ, നല്ല സ്കില്ലുള്ള ആൾക്കാർ വേണം. മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ നല്ലോണം പഠിച്ചിട്ടുള്ള ആൾക്കാർ. ഇതിലൊക്കെ ഇപ്പോൾ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് അധികം കഴിവൊന്നും വേണമെന്നില്ല, സ്കില്ല് വളരെ കുറച്ച് മതി.
അപ്പോൾ MSME സ്ഥാപനങ്ങൾക്ക് ഡു നോട്ട് റിക്വയർ ഹൈ ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് സ്കിൽ. പിന്നെ ഇമ്പോർട്ടിലായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. മോസ്റ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനൊക്കെ എന്ത് വേണം? സൊഫിസ്റ്റിക്കേറ്റഡ് പറഞ്ഞ നൂതനമായ ടെക്നോളജി ഇമ്പോർട്ട് ചെയ്യണം. നേരെ മറിച്ച് MSME സ്ഥാപനങ്ങൾക്ക് ഇൻഡിജീനിയസ് പറഞ്ഞാൽ അവരവരുടെ രാജ്യത്തുള്ള അവരവരുടെ ഇതിലുള്ള നമ്മളെവിടെയാണോ ഉള്ളത് വെച്ചെങ്കിൽ അവിടുത്തെ ടെക്നോളജി മാത്രമാണ് ആവശ്യമായിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ എനർജി അല്ലേ, ഇലക്ട്രിസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മതി, പവർ കുറച്ച് മതി. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് എനർജി വളരെയധികം വേണം. MSME സ്ഥാപനങ്ങൾ യൂസസ് ലെസ് എനർജി ജനറേഷൻ മാത്രമാണ് ആവശ്യമുള്ളൂ. എൻവയോൺമെൻറ്റുമായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കും അല്ലേ. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണെങ്കിലോ പർട്ടിക്കുലർ ആ കെമിക്കൽസ് നമ്മൾ പറഞ്ഞാൽ അങ്ങനത്തെ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ പൊല്യൂഷൻ ഉണ്ടാകുന്നു അല്ലേ. ഈ ചെറുകിട സ്ഥാപനങ്ങൾക്ക് അങ്ങനെ പൊല്യൂഷനൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ബിസിനസ് നടത്തുകയാണ്, നമ്മൾ സൊസൈറ്റിക്ക് യാതൊരു തരത്തിലുള്ള പൊല്യൂഷനും നമ്മുടെ ബിസിനസ് സ്ഥാപനമായിട്ടില്ലെങ്കിൽ നമ്മൾ എൻവയോൺമെൻറ്റുമായിട്ട് എങ്ങനെയായിരിക്കും? ഫ്രണ്ട്ലി ആയിരിക്കും. ലാസ്റ്റ് വൺ ഡീസെൻട്രലൈസ്ഡാണ്. ഡീസെൻട്രലൈസ്ഡ് പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ പറയുന്നത് മാത്രം അനുസരിക്കുക എന്നുള്ളതാണ് സെൻട്രലൈസ്ഡ്. ഡീസെൻട്രലൈസ്ഡ് ആണെങ്കിലോ വർക്കേഴ്സിൻ്റെ അഭിപ്രായം ചോദിച്ച് വർക്കേഴ്സിനോടും കൂടി കാര്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ഡീസെൻട്രലൈസ്ഡ്. അപ്പോൾ MSME സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ആണ് അല്ലേ. MSME ആർ സ്കാറ്റേർഡ് ആർ സ്പ്രെഡ് വൈഡ്ലി ദസ് ദേ ആർ ഇൻ ഡീസെൻട്രലൈസ്ഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് MSME സ്ഥാപനങ്ങൾ. MSME പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് കേട്ടോ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാച്ചെങ്കിൽ നമുക്ക് ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അതിനനുസരിച്ച് നമുക്ക് ഒരു സേവിങ്സ് ഉണ്ടാക്കാനും നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അത് നോക്കുക. ലേബർ ഇൻറ്റൻസീവ് പറഞ്ഞാൽ വർക്കേഴ്സിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനം നടത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മളിത് പറയുന്നത് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലൈറ്റ്, മുടക്കുമുതൽ വളരെ കൂടുതൽ വേണ്ട. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസൊക്കെയാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ വളരെയധികം വേണ്ടി വരും. അപ്പോൾ ഇതിന് എന്തേ വേണ്ടു? ക്യാപിറ്റൽ വളരെ കുറച്ച് മാത്രമാണ് ആവശ്യമുള്ളൂ. പിന്നെ ലെസ് ലാൻഡ് ഇൻറ്റൻസീവ്, ഇതിൻ്റെ പറഞ്ഞാൽ ലാൻഡ് കുറേ ഭൂമിയിലെ വലിയ സ്ഥാപനങ്ങൾ ഇപ്പോൾ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസൊക്കെയാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ ഓഫീസ് സെറ്റപ്പൊക്കെ വളരെ വലുത് വേണമല്ലേ. അപ്പോൾ അതൊന്നും ആവശ്യമില്ല, ലാൻഡ് വളരെ കുറച്ചാണ് വേണ്ടു. പിന്നെ സ്കിൽ എന്ന് പറഞ്ഞാൽ കഴിവ് അല്ലേ. വളരെ മാനേജ്മെൻറ്റിൽ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് വിവരം ഉണ്ടാവണമെന്നില്ല. സ്കിൽ വളരെ കുറച്ചുള്ള ആൾക്കാർക്കും ഈ തരത്തിലുള്ള ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും. പിന്നെ ഇമ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ കുറേ സൊഫിസ്റ്റിക്കേറ്റഡ് മോഡേൺ ടെക്നോളജി ഒന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സംസ്ഥാനത്തുള്ളത് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. പിന്നെ എനർജി വളരെ കുറച്ച് മതി, എനർജി ലൈറ്റാണ്. പിന്നെ എൻവയോൺമെൻറ്റും അധികം പൊല്യൂഷനൊന്നും ഉണ്ടാക്കുന്നില്ല. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസൊക്കെ ആണെങ്കിലോ വളരെയധികം പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്നു അല്ലേ. അപ്പോൾ അത് കാരണം എൻവയോൺമെൻറ്റുമായിട്ട് ഫ്രണ്ട്ലി ആവില്ല അല്ലേ. അപ്പോൾ MSME സ്ഥാപനങ്ങൾ അധികം പൊല്യൂഷനൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. പിന്നെ നമ്മൾ പറയുന്നത് ഈ MSME ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡീസെൻട്രലൈസേഷനാണ് ഉപയോഗിക്കുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സുമായി സംസാരിച്ച് അവരുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഡീസെൻട്രലൈസ്ഡ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ? ലേബർ ഇൻറ്റൻസീവ്, ക്യാപിറ്റൽ ലൈറ്റ്, ലെസ് ലാൻഡ് ഇൻറ്റൻസീവ്, സ്കിൽ ലൈറ്റ് മതി, ഇമ്പോർട്ട് ലൈറ്റ്, എനർജി ലൈറ്റ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. നെക്സ്റ്റ് വൺ ഡീസെൻട്രലൈസേഷൻ. ഇത്രയും പോയിൻറ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നോക്കുക, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ഇൻ കേരളത്തിലെ MSME സ്ഥാപനങ്ങളെ പറ്റി നമ്മളൊരു അവലോകനം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം എന്നാണത് ആരംഭിച്ചത്? ഓൺ സെപ്റ്റംബർ 17, 2015 ടോട്ടൽ നമ്പർ ഓഫ് വർക്കിംഗ് SSI എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്ത് എത്രത്തോളം സ്ഥാപനങ്ങളുണ്ട്? നമ്മളിപ്പോൾ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുന്നു അല്ലേ. ആ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് 2,57,466 യൂണിറ്റുകളാണുള്ളത്. ഈവൺ ദോ എന്നിരുന്നാലും കേരള ഹാസ് എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷനാണ് കേരളത്തിലുള്ള. സ്കിൽ ലേബർ ഫോഴ്സാണ്. നേച്ചർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ഇൻ അബാൻഡൻസ് പറഞ്ഞാൽ ധാരാളം ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ്. ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഹാസ് നോട്ട് സക്സീഡഡ് ഇൻ ക്രിയേറ്റിംഗ് ഇനഫ് ജോബ് ഓപ്പർച്യൂണിറ്റി ഫോർ എല്ലാവർക്കും ഒരേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈവൺ ദോ സക്സസീവ് ഗവൺമെൻറ് ഹാവ് ബീൻ മേക്കിംഗ് കേരള ബിസിനസ് ഫ്രണ്ട്ലി സ്റ്റേറ്റ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഗവൺമെൻറ് ഇതിന് കൂടുതൽ ആൾക്കാരെ എൻ്റർപ്രണേഴ്സ് പറഞ്ഞ സംരംഭകൻ, ബിസിനസ്മാൻ ആ മേഖലയിലേക്ക് വരുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
ദ സ്റ്റേറ്റ് ഹാസ് നോട്ട് സക്സീഡഡ് ഇൻ അട്രാക്റ്റിംഗ് എൻ്റർപ്രണേഴ്സ് ലൈക്ക് അതർ സ്റ്റേറ്റ്സ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മാതിരി അത്ര ആൾക്കാർ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഗവൺമെൻറ് ജോലി കിട്ടണം, എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടുമോ? ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ അധികം ആൾക്കാരും എൻ്റർപ്രണേഴ്സ് പറഞ്ഞ സംരംഭകരായിട്ട് ബിസിനസ്മാനായിട്ട് വരുന്നില്ല. എന്നാലും ഒരുവിധം നമുക്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നു. സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഇൻ കേരള ഹാസ് നോട്ട് ബീൻ ബിസിനസ് ഫ്രണ്ട്ലി അല്ല. നമ്മുടെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ബിസിനസ്സുമായി ഫ്രണ്ട്ലി അല്ല. നൗ ദ സിറ്റുവേഷൻ ഈസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആ സിറ്റുവേഷനൊക്കെ മാറി വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദർ ഈസ് എ നിയർ ഇൻ കേരളാസ് ഫ്യൂച്ചർ ലൈസ് ഇൻ മേക്ക് കേരള എൻ്റർപ്രണർ ഫ്രണ്ട്ലി. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എൻ്റർപ്രണറുമായി ഫ്രണ്ട്ലിയും ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനുമാണ്. കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സൊക്കെ ചെയ്യാൻ നമുക്ക് അടിസ്ഥാന ട്രാൻസ്പോർട്ട്, പവർ, അങ്ങനെയൊക്കെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പണ്ട് കാലത്ത് വളരെയധികം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്തോ നൗ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഹാസ് ടു ബി ഡെവലപ്ഡ്. വളരെയധികം ഡെവലപ്പ് ചെയ്യുകയും വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. കേരളത്തിനെ നമ്മളൊരു അവലോകനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറയാം. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ഇൻ കേരളയാണ് നമ്മൾ പറയുന്നത്. ഈ 2015 എത്രത്തോളം യൂണിറ്റുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. 2,57,466 യൂണിറ്റുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ പോപ്പുലേഷൻ നല്ല രീതിയിലുണ്ട്, എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ നല്ല രീതിയിലുണ്ട്, സ്കിൽഡ് ലേബേഴ്സ് ഫോഴ്സ് ഉണ്ട്, നേച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. എന്നൊക്കെയായാലും നമുക്ക് ഈ മേഖലയിൽ വളരെയധികം അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഗവൺമെൻറ് ഇപ്പോൾ ബിസിനസ്സുമായിട്ട് പണ്ട് കാലത്തെ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ബിസിനസ്സുമായി ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുകയും അതിനനുസരിച്ച് വളരെയധികം മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും കൂടുതൽ ആൾക്കാരെ ഈ മേഖലയിൽ അട്രാക്റ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കേരളത്തിലെ പ്രധാനമായും നമുക്ക് വേണ്ട കാര്യം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. ഈ മൊഡ്യൂൾ 5 എന്നുള്ളൊരു ചാപ്റ്റർ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ബാക്കി എടുക്കുന്നത് വേറെ മിസ് എടുക്കും. അപ്പം ഈ ചാപ്റ്റർ നമ്മൾ എടുത്ത് കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ളത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ടൂറിസമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ടൂറിസം മേഖല, ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ കേരളം. അപ്പം ടൂറിസം വളരെ നല്ല രീതിയിലുണ്ട്. പിന്നെ ട്രേഡ് ആൻഡ് കോമേഴ്സ് ഉണ്ട് കേരളത്തിൽ. പിന്നെ മെയിൻ ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ടീ, കോഫി, സ്പൈസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, IT പാർക്കുകളുണ്ട് അല്ലേ. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കണോമിയാണ് നമ്മൾ പറഞ്ഞത്. ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. പിന്നെ പുവർ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണെങ്കിലും നല്ല രീതിയിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പബ്ലിക് ഫിനാൻസ് ബാഡ് ഷേപ്പാണെന്ന് പറഞ്ഞു. റെമിറ്റൻസ് കൂടുതലായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് റെമിറ്റൻസ് ഡ്രിവൺ ഇക്കണോമിയാണ് നമുക്കുള്ളത്. മൈഗ്രേഷൻ ഓഫ് ലേബർ ഫ്രം അതർ സ്റ്റേറ്റ്സ് ടു കേരള അല്ലേ. മൈഗ്രേഷൻ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ കേരളത്തിലേക്ക് ജോലി അന്വേഷിച്ചു വരുന്നു. കാരണം എന്താണ്, ആ മറ്റുള്ള സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് കേരളത്തിൽ കൂലി വളരെ കൂടുതലായ കാരണം കൊണ്ട് അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെയൊക്കെ ജോലി അന്വേഷിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി റോൾ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ കേരള ഇക്കണോമിയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി MSME സ്ഥാപനങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. MSME പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലേബർ ഇൻറ്റൻസീവാണ്, വർക്കേഴ്സിനാണ് അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ക്യാപിറ്റൽ വളരെ കുറച്ച് മതി, ലെസ് ലാൻഡ് അധികം വേണമെന്നില്ല. വളരെ കുറച്ച് ലാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് നടത്താൻ വേണ്ടി സാധിക്കും. അതിന് വളരെ വലിയ കഴിവ് വേണ്ട, സ്കില്ല് വളരെ കുറച്ച് മതി, ഇമ്പോർട്ട് ലൈറ്റ് കുറച്ച് മതി. പിന്നെ അഡ്വാൻസ് ടെക്നോളജി, സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ഒന്നും കൂടി ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനർജി കുറച്ച് മതി, എൻവയോൺമെൻറ്റുമായിട്ട് ഫ്രണ്ട്ലി ആണ്, ഡീസെൻട്രലൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്, കേരളത്തിലെ എൻ്റർപ്രൈസുകളെ നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. അപ്പം ഇന്ന് ഈ 2015 ആകുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനത്ത് എത്രത്തോളം യൂണിറ്റുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? 2,57,466 യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ വിചാരിച്ചത്ര ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വരികയും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് ആ മേഖലയിൽ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു.
ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FDI എന്താണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, FDI വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. പിന്നെ കേരള ഇക്കണോമി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് പിന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഇനീഷ്യേറ്റഡ് ബൈ ഗവൺമെൻറ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. അതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ ചോദിക്കുക. അപ്പോൾ മെസ്സേജ് ചെയ്താൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് സെമ്മിൽ എനിക്ക് എടുക്കാനുള്ളത് ഈ ഒരു ചാപ്റ്റർ മാത്രമാണുള്ളത്. ആ ചാപ്റ്റർ ഫുള്ളായിട്ട് എടുത്തു തീർന്നു കേട്ടോ. ഓക്കെ.